நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல എനിക്ക് വരാൻ പറ്റിയില്ല, അതന്നെ കാര്യം. ഹായ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. 77th റിപ്പബ്ലിക് ഡേ അല്ലേ. പിന്നെ അപ്പം ഇന്നത്തെ വ്ളോഗ് തന്നെ നമുക്ക് തുടങ്ങാൻ കരുതി. ഇന്ന് വ്ളോഗ് എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് നമുക്ക് യോഗയുടെ ആയിട്ടുള്ള, അതായത് ഇവിടെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള യോഗ പഠിപ്പിക്കുന്നുണ്ട്. ആ യോഗയുടെ ഒരു കുറച്ച്, അതായത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഡാൻസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡാൻസൊക്കെ നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് സോമവാരമാണ്, അതായത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റെല്ലാം അവിടെ ചാടി. കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരിക്കും അവിടെ. സാക്ക് ബാജി, ഡ്രസ്സസ്, അങ്ങനെ പല തരത്തിലുള്ള ഒരുവിധം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരാഴ്ചക്കുള്ള എല്ലാ സബ്ജികളും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ മേടിച്ചിട്ട് വരാം കേട്ടോ. മാർക്കറ്റിൽ നിന്ന് തന്നെ വലിയ ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സോമവാരി മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെ കണ്ടാലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ചടപടാന്ന് ചെയ്തു. ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഡാൻസിലേക്ക് കടന്നു. യോഗയുടെ ഭാഗമായിട്ട് നല്ല റിപ്പബ്ലിക് ഡേ സോങ് എല്ലാം ഇട്ട് നല്ല ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പദ്ധതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഏരിയയ്ക്ക് ഓരോ യോഗ ട്രെയിനേഴ്സിനെ അവർ വിട്ടിട്ട് അവിടെയുള്ള സൊസൈറ്റിയിലുള്ള എല്ലാവരും യോഗ പഠിപ്പിക്കുക. അതും വർഷത്തിൽ 200 രൂപ കൊടുത്തിട്ട് മാത്രം, ബോയ്സിന് വേറെ ഗേൾസിന് വേറെ എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല പദ്ധതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം വീട്ടിലെത്തിയിട്ട് പറയാം. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതായിനെ കണ്ടപ്പോൾ കുറച്ചൊരു ഇവനെ കളിപ്പിക്കാനുള്ള ഒരു രസം കേട്ടോ. ഋത്തുസിനെ കളിപ്പിക്കാനുള്ള രസമാണ്. പക്ഷെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ മാന്തുക കുത്തുക എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും എല്ലാം ചടപടാന്ന് കഴിയും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവനെ കിക്കിലേക്ക് കൊടുക്കാൻ പറയും കേട്ടോ. കിക്കിലേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കിക്കിലേക്ക് കളിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ കിക്കിലേക്ക് കളിപ്പിച്ചത് താത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. രസമായിട്ടോ ഇവനെ കളിപ്പിക്കാൻ കുറച്ചേരൊക്കെ. പക്ഷേ വല്ലാതെ കളിപ്പിക്കുമ്പോഴേക്ക് നമ്മളെ ശരീരം അങ്ങോട്ട് ശരിയാവും, അത്രമാത്രം. പിന്നെ ഇനി സോമവാരി പോകണം. വേണം കുറച്ചു നേരം കളിപ്പിച്ചിട്ട് പാത്രങ്ങളെല്ലാം, അതായത് പണിയെല്ലാം ഒരുവിധം തീർത്തിട്ട് വേണം സോമവാരി പോകാൻ. ഇവിടുത്തെ ഗുജറാത്തികളെ സംബന്ധിച്ച് ഈ സോമവാരി ഗുരുവാരി എന്നൊക്കെ പറയുന്ന അവരുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു രസമല്ലേ. അങ്ങനെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈസുള്ള കാര്യം തന്നെയാണല്ലോ. വീട്ടിലെ എല്ലാവിധ പണികളും ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മൾ മാർക്കറ്റ് പോകണം. മാർക്കറ്റിൽ നിന്ന് തിങ്കളാഴ്ചയാണ് ഇവിടെ സോമവാരി മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ പോകും. മാർക്കറ്റിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഇവിടെ മാർക്കറ്റ്, ചന്ത, എത്ര റേറ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞാൻ മാർക്കറ്റ് ചെന്നിട്ടേ വീഡിയോ ഇട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കുട്ടീനെ കാണാതെ പതുക്കെ ചാടണം ഇവിടുന്ന്. അങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് പുറത്തിയാടി ഇനി റോഡ് ക്രോസ് ചെയ്ത ചന്ത തന്നെയാണ് കേട്ടോ. വലിയ ദൂരമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല, 5 മിനിറ്റേ ഉള്ളൂ. ഇത് സീസൺ ടൈമിൽ ഓപ്പൺ ആവുന്ന കട കേട്ടോ. അതായത് ഇപ്പോൾ കോൾഡിനുള്ള ഡ്രസ്സുകളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇതാവും. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ആ സോമവാരി. ഞാൻ വലിയ കാര്യത്തിൽ ഫോണും കൊണ്ട് പോയെങ്കിലും ഒരു സാധനം അവിടുന്ന് പറയാൻ കഴിയില്ല, കാരണം അത്രയും വോയിസാണ് അവിടെ. അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുത്ത് തരാം, വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അല്ലാതെ ഒരു രക്ഷയില്ല, അവിടുന്ന് ഒന്നും കേൾക്കില്ല. അത്രയും സൗണ്ടിൽ അവർ ഓരോന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊട്ടാറ്റോയ്ക്കൊക്കെ എത്രയാണ് 50 രൂപയ്ക്ക് 3 കിലോ അങ്ങനെയായിട്ടാണ് വരുന്നത്. മേത്തീൻ്റെ ഈ മേത്തി, അതേപോലെ ദാണാബാജി, അതായത് നമ്മളെ മല്ലിച്ചപ്പ്, പുതിന, ഇതിനെല്ലാം ചീര, ഇതിനെല്ലാം 10 രൂപ ഓരോ കിട്ടണം കേട്ടോ. സീസൺ സമയത്ത് വില കുറവായിരിക്കും ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും കേട്ടോ. ഇവരെല്ലാം സീസൺ സമയത്തുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കൂ എന്നുള്ളതാണ് ഗുജറാത്തികളുടെ പ്രത്യേകത. ഒരു സീസൺ ടൈമിൽ എന്ത് കിട്ടുമോ അതായിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ സീസണിലുള്ള സാധനമാണ് ഈ ജിഞ്ചറ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജിഞ്ചറ എന്ന് പറഞ്ഞാൽ നമ്മളെ കടല, ഈ സ്ട്രോബെറി, നെല്ലിക്ക, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇഷ്ടമാതിരി കിട്ടും. അതുകൊണ്ട് തന്നെ അവർ ഇത് ഇഷ്ടമാതിരി യൂസ് ചെയ്യും. നമ്മളെ ചപ്പാത്തിക്കുള്ളിൽ 2-3 ഉണ്ടായിരുന്നു വീട്ടിൽ, ഒറ്റ കാണാനില്ല. കാരണം നമ്മളെ കക്ഷി എടുത്ത് കളിക്കും, എവിടെയെങ്കിലും കൊണ്ടിടും. അപ്പോൾ ഒരു ചപ്പാത്തിക്കോല് മേടിക്കേണ്ട അത്യാവശ്യമായിരുന്നു, കാരണം അന്ന് ചപ്പാത്തി വരത്തണം. റേറ്റ് വെച്ചിട്ട് കൊബിക്കും കോളിഫ്ലവറിനെല്ലാം 20 രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 10. എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസയേ ഉള്ളൂ. നമ്മുടെ മീഷോ ആപ്പില്ലേ, അതുപോലെയാണെന്ന് പറയാം. തിരഞ്ഞെടുക്കണോടത്താണ് കാര്യം. അതായത് ഇവിടുത്തെ ബെഡ്ഷീറ്റ്, ചവിട്ടി, അങ്ങനത്തെ തന്നെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒട്ടുമിക്കത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് നല്ല അത്യാവശ്യം കിങ് സൈസ് തന്നെയായിരിക്കും എല്ലാം ബെഡ്ഷീറ്റും. ഗുജറാത്തികൾ സോമവാരി പോകുമ്പോൾ എന്നോട് ചോദിക്കും വരണോ? ഞാൻ പറയില്ല, കാരണം പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ഒരു വസ്തു മനസ്സിലാവില്ല. ഫുള്ള് ഗുജറാത്തി, ഹിന്ദി എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ഒപ്പിക്കാമെന്ന് കഴിയും. പക്ഷേ അവിടെയുള്ള ഒരു പ്യുവർ ഗുജറാത്തി ഭാഷയെ പറയുക, അതായത് നമുക്കൊന്നും മനസ്സിലാവില്ല. തന്നി ഗാമഡ, അതായത് ഗാമഡ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്ത് എങ്ങനെയാണോ ഗുജറാത്തി പറയുക അതേ ഭാഷയിലായിരിക്കും ഇപ്പോൾ കാണുന്ന ചന്തയിലുള്ള അവർ പച്ചക്കറിയുടെയൊക്കെ വില പറയുമ്പോൾ പറയുക. അപ്പം ഞാൻ അവരെ ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരുടെ മുഖത്ത് ഇങ്ങനെ നോക്കണം.
പിന്നെ ഇത് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷും ഹിന്ദിയും കൂടിയും കൂട്ടിക്കലർത്തി പറഞ്ഞാലും നമ്മൾ അടുത്തുള്ളവർക്ക് മനസ്സിലായാലും ആ വിൽക്കുന്നവർക്ക് മനസ്സിലാകാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പോയ ഒറ്റയ്ക്ക് മേടിച്ച ഒരാളെ ധൈര്യമുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിയിട്ട് ഞാൻ പതുക്കെ പറഞ്ഞുതരാം കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചിടാൻ മറന്നു. ഇതാണ് നമ്മുടെ ഉലുവ മുളപ്പിച്ചതിൻ്റെ റേറ്റ് പറഞ്ഞത്. ഗ്രീൻ പീസ് 40 രൂപ, ചരങ്ങ 20 രൂപയ്ക്ക് 4 എണ്ണം, പഴം 30 രൂപ കിലോന്, സ്ട്രോബെറി ആണെങ്കിൽ 100 രൂപയ്ക്ക് കിലോ, ആ ബോർ ഗ്രീൻ കളറിൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ 40 രൂപ കിലോ, വെണ്ടയ്ക്ക് 40 രൂപയ്ക്ക് 500 ഗ്രാം കേട്ടോ, അമല 80 രൂപയാണ്, പിന്നെ മിർച്ചി 30 രൂപ കേട്ടോ കിലോന്. നമ്മൾ കുറച്ച് മേടിച്ചുള്ളൂ. ഇഞ്ചി പിന്നെ 20 രൂപയ്ക്ക്. വീട്ടിലെത്തിയപ്പോൾ കക്ഷി ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. എൻ്റെ കൺമശിയൊക്കെ ഇട്ടിട്ട് പൊട്ടൊക്കെ ഇട്ട് ഉള്ളിയിൽ കളിച്ചിരിക്കുകയെന്ന് ആദ്യം കരുതി. പിന്നീടാണ് കാര്യം മനസ്സിലായത്. കക്ഷി ഇതൊരു അടവെടുത്തതാ. നോക്കി കാട്ടിക്കുന്നു. ഉള്ളിയെല്ലാം എടുത്തിൻ്റെ കൈത്തരി വേണമെങ്കിൽ എടുത്തു തന്നു. അതൊന്നും അല്ല കാര്യമൊന്നും മനസ്സിലായോന്ന് കണ്ടുപിടിച്ചു നീ. എണ്ണ ക്യാൻഡിലുള്ള ഒരു കാഭാഗം അവനെടുത്ത് കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാൻഡിലിരിക്കുന്ന കടലെണ്ണ അവിടുത്തെ ഗുജറാത്തി കറികൾക്ക് യൂസ് ചെയ്യുന്നത് കടലെണ്ണ കേട്ടോ. അതെടുത്ത് കളിച്ച് കഷിയാകെ എന്താ പറയുക സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ വേഗം ഉള്ളിയിട്ട് കൈ തന്നതാ. ചീത്ത പറഞ്ഞപ്പോൾ തിരിഞ്ഞ് നിൽക്കുക. മാർക്കറ്റിലെല്ലാ കലാശപ്പോരും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.